അപ്പോൾ വി എസ് പിന്നെ ദരിദ്രർക്ക് വേണ്ടിയും നിസ്വർക്ക് വേണ്ടിയും നിരാലംബർക്ക് വേണ്ടിയും നിൽക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അത് ആ 5 വർഷക്കാലം വല്ലാതെ ബ്ലോ അപ്പ് ചെയ്യപ്പെട്ടു. മനസ്സിലായി. അപ്പോൾ വി എസ് യഥാർത്ഥത്തിൽ പാവപ്പെട്ടതിന് വേണ്ടി പണിയെടുക്കാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു പ്രതിശാസ്ത്രം, ഒരു മനസ്സ് വി എസിന് ഇല്ലായിരുന്നുവെങ്കിൽ വി എസിന് ഒരിക്കലും ആ കാലഘട്ടത്തിൽ അങ്ങനെ മാറാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വി എസ് ആയതുകൊണ്ടാണ് വി എസ് 2001-2006 കാലഘട്ടത്തിൽ യഥാർത്ഥ വി എസ് ആയി മാറിയത്. അല്ലാതെ വേറൊരാളായിരുന്ന ആൾ അങ്ങനെ അങ്ങോട്ട് മാറി അങ്ങനെ ആവുകയില്ലായിരുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി വി എസിന് അതിനുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ അത് 2001-2006 കാലഘട്ടത്തിൽ അത് പല പല ഘടകങ്ങളും ഈ പറഞ്ഞതുപോലെ മനഃപൂർവ്വമായിട്ടല്ലെങ്കിൽ പോലും അതെല്ലാം കൂടെ വരേണ്ട രീതിയിൽ വന്ന് ഭവിച്ചപ്പോഴാണ് 2001-2006 കാലഘട്ടത്തിലെ വി എസ് ആയിട്ട് മാറിയത്. അപ്പം ടോട്ടലി ഒരു പുതിയ വി എസ് ഉണ്ടാവുകയല്ല 2001-2006 ചെയ്തത്. വി എസിൻ്റെ നേരത്തിലുള്ള വി എസിൻ്റെ എക്സ്റ്റൻഷൻ. അപ്പോൾ വി എസ് ഒരുപാട് അഴിമതി വിരുദ്ധ വിഷയങ്ങൾ അതെല്ലാം അതിന് മുമ്പ് തന്നെയൊക്കെ ഏറ്റെടുത്തു. ഇപ്പോൾ പാമോലിന്, ഗ്രാഫൈറ്റ്, ഇപ്പം ബാലകൃഷ്ണപിള്ളയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമൊക്കെ അതിനേക്കാൾ വളരെ മുമ്പ് ഏറ്റെടുത്തു. പക്ഷേ ആ 2001-2006 കാലഘട്ടത്തിൽ പല ഘടകങ്ങളും പ്രതിപ്രവർത്തിച്ചു, കോംപ്ലിമെൻ്ററി പ്രവർത്തിച്ചു. അപ്പോൾ ആ പ്രവർത്തിച്ച പല ഘടകങ്ങളിൽ ഒരു സുപ്രധാന ഘടകമാകാനുള്ള നിയോഗം ഞാനെന്ന് പറയുന്ന പൊതുപ്രവർത്തകന് ഉണ്ടായി. ഇപ്പോൾ വി എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലായിരുന്നു ദേശാഭിമാനിലെ ഒരു കോളം. അതിൻ്റെ പേര് നേരിനൊപ്പം എന്നായിരുന്നു. അപ്പോൾ വി എസിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഇതെല്ലാം ഇപ്പം ഞാനിപ്പം ഒരുപക്ഷെ നിങ്ങളോട് പറയുമ്പോഴായിരിക്കും ഞാൻ ആദ്യമായിട്ട് അത് ചിന്തിക്കുന്നത്. പക്ഷേ ആ നേരിനൊപ്പം എന്ന് പറഞ്ഞതൊക്കെ തന്നെ അങ്ങരുടെ ഒരു വി എസിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനിൽ വലിയ പങ്ക്. ആ പേര് സജസ്റ്റ് ചെയ്തത് ശക്തിധരനാണ്. അന്ന് വി എസ് ദേശാഭിമാനിയുടെ എഡിറ്റർ ക്ലാസ്സിൽ. പിന്നെ IT മേഖലയിൽ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ആളാണ് ജോസഫ് സി മാത്യു. അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് 2 പേരുണ്ടായിരുന്നു. ഒന്ന് ഹിന്ദുവിലെ ഒരു സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് ഒരു P. വേണുഗോപാൽ ഉണ്ടായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ പിന്നെ ബോട്ടണിയുടെ പ്രൊഫസറായിരുന്ന ഒരു E. കുഞ്ഞികൃഷ്ണൻ ഉണ്ടായിരുന്നു. അവർ 2 പേരായിരുന്നു പരിസ്ഥിതി. പിന്നെ ഓൺലൈൻ ലോട്ടറിയുടെ വിഷയത്തിലാണ് സുരേഷ് കുമാർ വന്നത്. അപ്പം അതായിരുന്നു ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ ഒരു പ്രതിപ്രവർത്തനം. ഇപ്പം ഇക്കണോമിക്സ്, അതുപോലെ തന്നെ ഇക്കണോമിക്സിന് അയാളുടെ പേരാണ് KN ഹരിലാൽ, നമ്മുടെ ബാലഗോപാലിൻ്റെ ചേട്ടൻ. അയാളിപ്പോൾ ധനകാര്യ കമ്മീഷനൊക്കെ ആയിട്ട് വലിയ അധികാരത്തിലിരിക്കുന്ന ആളാണ്. അയാളായിരുന്നു സാമ്പത്തികം. അപ്പോൾ സാമ്പത്തികം എനിക്കും കൈകാര്യം ചെയ്യായിരുന്നു. പക്ഷേ ഒന്നും ഞാൻ ആയിട്ട് അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ച ആ ഗ്രൂപ്പ് കൊണ്ടുവന്ന് ആ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് വി എസ് 2001 മുതൽ 2006 വരെയുള്ള വി എസ് ആയി വി എസ് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത്. പക്ഷേ അതിനെല്ലാം കാരണം അടിസ്ഥാനപരമായി വി എസ് തന്നെയായിരുന്നു. കാരണം ഞാൻ ജോയിൻ ചെയ്തപ്പോൾ വി എസ് എന്നെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞത്, നമുക്ക് കൻ്റോൺമെൻറ്റ് ഹൗസിൽ ഇരുന്നുള്ള പത്രസമ്മേളനം, പത്രക്കുറിപ്പൊന്നും വേണ്ട, എവിടെ ഇരകളുണ്ടോ അവിടെ പോകണം, ആ ഇരകൾക്കൊപ്പം നിന്ന് നമുക്ക് ഫൈറ്റ് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞ ആ ഒരു വാചകം ആണ് 5 വർഷം പിന്നെ നമ്മൾ ഫലപ്രാപ്തിയിലെത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മതികെട്ടാനും ഈ പൂയംകുട്ടിയും ഈ ഓൺലൈൻ ലോട്ടറിയും എൻഡോസൾഫാനും ഇതെല്ലാം ഉരുത്തിരിഞ്ഞ് വന്നത്. വി എസ് പറഞ്ഞ ആ ഒരു പ്രത്യയശാസ്ത്രമുണ്ടല്ലോ, ആ ഒരു ഐഡിയോളജി, ആ ഐഡിയോളജി നടപ്പിലാക്കിയതാണ്. അപ്പോൾ വി എസ് പറഞ്ഞത് നടപ്പിലാക്കി. ആ നടപ്പിലാക്കിയപ്പം ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് നടപ്പിലാക്കി. പക്ഷേ അതിൻ്റെ ഒരു ഫൾക്രമായിട്ട് ഞാൻ തന്നെയായിരുന്നു നിലനിന്നിട്ടുള്ളത്. പിന്നെ വി എസിനെ സംബന്ധിച്ചിടത്തോളം വി എസ് മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോഴും വി എസിന് പരിമിതികളോടുകൂടിയാണെങ്കിലും വി എസ് ചെയ്തത് വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പം എടുത്ത ഇഷ്യൂസാണ്. അല്ലാതെ പുതിയതായിട്ടൊരു ഇഷ്യൂസും ഇപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം വരുന്നത് ടാറ്റയുടെ കയ്യേറ്റം. അതാണല്ലോ വി എസ് പിന്നെ മുഖ്യമന്ത്രിയായപ്പോൾ തിരിച്ചു പിടിച്ചു എന്നൊക്കെ പറയുന്നത്. 50,000 ഏക്കർ അനധികൃതമായിട്ട്, മനസ്സിലായി. അതുപോലെ തന്നെ കിഡ്നി തട്ടിപ്പ്, എത്ര ഓർത്താൽ തീരാത്ത ഐസ്ക്രീം പാർലർ കേസ്, കളിരൂര്, കവിയൂര്. അപ്പോൾ ഇതെല്ലാം ഇപ്പം പിന്നെ മൂന്നാറിലെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സജീവമായി സഹകരിച്ചത് PK പ്രകാശ് എന്ന് പറഞ്ഞ മാധ്യമത്തിലൊരു റിപ്പോർട്ടറാണ്. അപ്പോൾ ആ ഇഷ്യൂ ഏറ്റെടുക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ബേസിക്കലി ഞാനാണ്, മനസ്സിലായി. അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ PK പ്രകാശിൻ്റെ കയ്യിലാണുള്ളതെന്നും പറഞ്ഞ് PK പ്രകാശിനെ വിളിച്ചു വരുന്നു. എന്നിട്ട് ആ പിന്നെ ടാറ്റയുടെ വിഷയത്തിലെ കംപ്ലീറ്റ് കാര്യങ്ങളും പിന്നെ കൈകാര്യം ചെയ്യുന്നത് പ്രകാശാണ്. ഓൺലൈൻ ലോട്ടറി അതിന് സുരേഷ് കുമാറിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സുരേഷ് കുമാറാണ്. ഇപ്പോൾ പൂയംകുട്ടിയിൽ വനംകൊള്ള നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുഞ്ഞികൃഷ്ണ സാറിനെ അങ്ങ് പൂയംകുട്ടിയിലേക്ക് പറഞ്ഞു വിടുക. കുഞ്ഞികൃഷ്ണ സാർ ഒരു മാസം അവിടെ പോയി കറങ്ങി കിടന്ന് അവിടെ എന്തൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞ് മാപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ആ തീരുമാനങ്ങളിലെല്ലാം ഒരു ഫൽക്രമായിട്ട് എനിക്ക് പ്രവർത്തിക്കാനുള്ളൊരു നിയോഗം എനിക്കുണ്ടായി. അപ്പോൾ അതിലൂടെയാണ് പിന്നീട് വി എസ് എന്ത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തീരുമാനിച്ചോ അത് ഭാഗികമായി വി എസിന് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.